ഹായ് ഓൾ. നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ലെവൽസും ട്രേഡ് സെറ്റപ്പുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇന്ന് നല്ല രീതിയിൽ മാർക്കറ്റ് താഴേക്ക് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സിൽ ഇന്നൊരു OTD ടൈപ്പ് ഓഫ് ഓപ്പണിംഗ് ആണ്. അതായത് ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള ഒരു സെല്ലർ ആയിരുന്നു. അപ്പം രാവിലെ നമുക്ക് അറിയാൻ സാധിക്കും നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് താഴേക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധ്യതയുള്ള കാര്യം. അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്, നമ്മുടെ മാർക്കറ്റിന്റെ ടാർഗറ്റും അതുപോലെ തന്നെ ഒരു പുട്ട് ഓപ്ഷനിലേക്കുള്ള ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ രാവിലെ തന്നെ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ്, ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വന്ന സമയത്ത്, മാർക്കറ്റ് മുകളിലോട്ട് പോയ സമയത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു 23,350 വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്യാനുള്ള സാധ്യതയുള്ള കാര്യം. അപ്പൊ ഇത് നമ്മൾ ഈ ഒരു റിവേഴ്സൽ പാറ്റേൺ നമ്മൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തത് ഇന്നത്തെ ഓർഡർ ഫ്ലോ ചാർട്ട്സിലാണ്. അപ്പൊ നമുക്ക് ഓർഡർ ഫ്ലോ ചാർട്ട്സിന്റെ ഫസ്റ്റ് ക്യാനിൽ നമുക്ക് അറിയാൻ സാധിക്കും ഒരു DHL പാറ്റേൺ ആണ്, അതായത് റിവേഴ്സൽ ഇൻഡിക്കേഷൻ ആണ്. അപ്പം ഓർഡർ ഫ്ലോ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് എവിടെയൊക്കെ ബൈ ഓർഡേഴ്സ് ഉണ്ട്, എവിടെയൊക്കെ സെൽ ഓർഡേഴ്സ് ഉണ്ട്, എവിടെയൊക്കെയാണ് ബയേഴ്സ് ട്രാപ്പ് ആവുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ പഠിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പം നമുക്ക് നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ലെവൽസ് നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു വീഡിയോയില് നമ്മൾ നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസിന്റെ ലെവൽസ്, അതായത് പ്രൈസ് ആക്ഷൻ വ്യൂലുള്ള സ്പോട്ട് പ്രൈസിന്റെ ലെവൽസും അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സിലുള്ള ഫ്യൂച്ചറിന്റെ ലെവലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് വീഡിയോ വാച്ച് ചെയ്തിട്ട് നിങ്ങളുടെ ചാർട്ടിൽ ഇത് മാർക്ക് ചെയ്ത് വെക്കുക. എല്ലാ ദിവസവും നമ്മൾ പറയുന്ന ലെവൽസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും നിഫ്റ്റിയിൽ ഒരു പ്രോഫിറ്റ് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ഇപ്പൊ ഞാനിപ്പോ ഉള്ളത് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. അപ്പൊ ഓവറോൾ നിഫ്റ്റിയിൽ ഇപ്പൊ ഒരു ബീറിഷ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു ഏരിയന്റെ താഴെ, അതായത് 23,840 താഴെയായിട്ട് മാർക്കറ്റ് ഈ ഒരു ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അഗെയിൻ മാർക്കറ്റിൽ ഒരു ഡൗൺ ട്രെൻഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ള കാര്യം നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു. ഓക്കെ. അപ്പൊ നാളത്തേക്ക് നമുക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഈ ഒരു ഏരിയ ആണ്. അതായത് 23,350 മുതൽ 23,380 വരെയുള്ള ആ ഒരു ഏരിയ എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റ് ആക്ട് ചെയ്യും. ഒരുപക്ഷെ നാളെ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗുഡ് സൈഡിലേക്ക് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു ഏരിയയുടെ മുകളിലാണ് നമ്മൾ നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് 23,385 മുകളിലായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടാർഗറ്റ് ആയിട്ട് നമുക്ക് 23,600 ലെവലിലേക്ക് നമുക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് നിഫ്റ്റിയുടെ അടുത്തൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന്റെ താഴെ മാർക്കറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 23,200 ലെവൽ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ 23,100 ലെവൽ ഒരു സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അപ്പം ഈ രണ്ട് ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു ലെവലിന്റെ താഴെയായിട്ട്, അതായത് ഈ ഒരു റേഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഇത് നോട്ട് ട്രേഡിംഗ് സോൺ ആയിട്ട് കൺസിഡർ ചെയ്യുക. അതായത് 23,000 മുതൽ ഒരു 23,920 വരെയുള്ള ആ ഒരു ഏരിയ ഒരു നോട്ട് ട്രേഡിംഗ് സോൺ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഫർദർ ആയിട്ട് മാർക്കറ്റ് താഴേക്ക് പോകണമെങ്കിൽ നമുക്കൊരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് 23,900 താഴെയാണ്. അപ്പം ഇതിന്റെ താഴെയായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ മാർക്കറ്റ് 22,700 ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ അഗെയിൻ നിഫ്റ്റി ഒരു ഡൗൺഫാൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 22,465 ലെവലാണ്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 22,000 ആണ്. നിങ്ങൾ ഈ ലെവൽസ് ഒക്കെ ഒന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക. 22,465. അതുപോലെ ഈ ഒരു ഏരിയ 22,284 മുതൽ 22,240 വരെയുള്ള ആ ഒരു ഏരിയ ഒരു നോട്ട് ട്രേഡിംഗ് സോൺ ആയിട്ട് ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. ഇവിടുന്ന് മാർക്കറ്റ് താഴേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ലെവലിന്റെ താഴെ മാത്രം നിങ്ങൾ ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുക്കുക. 22,240 താഴെയായിട്ട് മാത്രം ഒരു ഡൗൺ സൈഡ് എൻട്രി പ്ലാൻ ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ മാർക്കറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയി മുകളിലോട്ട് പോകുന്ന ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം ഈ ഒരു ഏരിയ ഞാൻ ഒരു നോട്ട് ട്രേഡിംഗ് സോൺ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് 21,960 മുതൽ 21,745 എന്ന് പറയുന്ന നിഫ്റ്റിയുടെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മേജർ സപ്പോർട്ട് സോൺ ആണ്. അപ്പം ഈ ഒരു ഏരിയ ഒരു നോട്ട് ട്രേഡിംഗ് സോൺ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് ഒരു റിവേഴ്സ് ആകുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു
ലോങ്ങിലേക്ക് ഒരു ലോങ് എൻട്രി ഓപ്പർച്യൂണിറ്റി നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഈ ലെവൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ സ്പോട്ട് പ്രൈസിന്റെ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ നേരെ ഫ്യൂച്ചറിന്റെ ചാർട്ടിലേക്ക് പോവാണ്. നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടാണ് കാണുന്നത്. അപ്പൊ നാളത്തേക്ക് നമ്മൾ മാർക്കറ്റിന്റെ ഈ ഒരു ലെവൽ, ഫ്യൂച്ചർ ചാർട്ടിലെ ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് 23,163 മുതൽ 23,140 137 ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇന്ന് ഒരു സിംഗിൾ പ്രിന്റ് ക്രിയേറ്റ് ചെയ്ത ഒരു ഏരിയ ആണ്. അതായത് സ്മാർട്ട് മണി ആക്ടിവിറ്റി നടന്ന ഒരു ഏരിയ ആണ്. ഒരുപക്ഷെ മാർക്കറ്റ് ഈ ഒരു ഏരിയന്റെ താഴെ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് ഇങ്ങോട്ട് വന്ന് ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്ത് താഴേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇവിടുന്ന് ഒരു റിവേഴ്സൽ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഷോർട്ട് സെല്ലിങ്ങിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം നമ്മൾ നാളെ മാർക്കറ്റ് വാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓർഡർ ഫ്ലോയിൽ ഏതെങ്കിലും ഒരു റിവേഴ്സൽ പാറ്റേൺ നമുക്ക് ഈ ഒരു ഏരിയയിൽ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കിപ്പം കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ഫ്യൂച്ചറിന്റെ ചാർട്ടിൽ നിങ്ങൾ ഇത് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഇന്നത്തെ വലിയ ഏരിയ ഹൈ എന്ന് പറയുന്നത് 23,345 ലെവലും, അതുപോലെ തന്നെ വാല്യൂ ഏരിയ ലോ എന്ന് പറയുന്നത് 23,124 ആണ്. അപ്പം ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ മാർക്കറ്റ് ഒരു സൈഡ് വേസ് പോകാനുള്ള ഒരു പോസിബിലിറ്റി, അതുപോലെ തന്നെ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ വാല്യൂ ഏരിയന്റെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ മാർക്കറ്റ് ആദ്യത്തെ ഒരു 1 അവർ ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രെൻഡിങ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് മുകളിലോട്ട്. അതുപോലെ തന്നെ വാല്യൂ ഏരിയന്റെ ലോയിന്റെ താഴെയായിട്ട് ഈ ഒരു ഏരിയയുടെ താഴെയായിട്ട്, അതായത് 23,100 താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ഒരു ട്രെൻഡിങ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ ലെവൽസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ സ്പോട്ട് പ്രൈസ് ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്യൂച്ചറിന്റെ ഈ ചാർട്ട് ഈ ലെവൽസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു പി ഒ സി കൂടി ഒന്ന് മാർക്ക് ചെയ്യുക. അതായത് 23,248 ലെവല് ഫ്യൂച്ചറിന്റെ പി ഒ സി ഏരിയ ആണ്. അപ്പൊ അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും മാർക്കറ്റിൽ ആക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ മാർക്കറ്റ് ഒരുപക്ഷെ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്ന് മാർക്കറ്റ് താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ വാലി ഏരിയന്റെ മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് താഴേക്ക് ഒരു ഡയറക്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു പി ഒ സിയിലേക്കും അതുപോലെ തന്നെ നേരെ ഈ ഒരു വാല്യൂ ഏരിയന്റെ ലോയിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. സ്റ്റിൽ മാർക്കറ്റിൽ ഒരു ബെയറിഷസ് ആണ് നമ്മൾ കാണുന്നത്. അപ്പം എന്തായാലും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ആണ് വളരെ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.